ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ എയർ ഡ്രോപ്പ് ഫാം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോവൽ വരുന്ന സമയത്ത് ഗ്യാസ് ഫീ ആയിട്ട് ടോൺ കോയിൻസ് പേ ചെയ്യണം എന്ന് പറയുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾക്ക് ശരിക്കും ഗ്യാസ് ഫീ ആയിട്ട് ടോൺ കോയിൻസ് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ഫാം ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൃത്യസമയത്ത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യസമയത്ത് എത്തുക. അതുപോലെ തന്നെ എല്ലാ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് നമ്മൾ ആദ്യം ടെലഗ്രാം ചാനലാണ് പോസ്റ്റ് ചെയ്യുക. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും ജോയിൻ ചെയ്ത് വെക്കുക. ആദ്യം തന്നെ എന്താണ് ഗ്യാസ് ഫീ എന്നുള്ളത് ഷോർട്ട് ആക്കിയിട്ട് പെട്ടെന്നൊന്ന് പറയാം. നമ്മളിപ്പോൾ ഒരു റിയൽ ലൈഫ് സിനാറിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിൽ നിന്നും വേറൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബാങ്ക് ചെറിയൊരു ഫീ പിടിക്കും. ഓക്കെ, നമുക്ക് ചിലപ്പോൾ അത് അറിയും കൂടിയില്ല, 1 രൂപയ്ക്കും താഴെ ആയിരിക്കും. അതെന്തിനാണ്? ഈ ബാങ്കിങ് സർവേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഈ ബാങ്കിങ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ ബാങ്കിങ്ങിൻ്റെ നമ്മളിപ്പോൾ ഈ ട്രാൻസാക്ഷൻ നടത്തുന്ന സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഫീ പിടിക്കുന്നത്. ഓക്കെ, അവർക്കെല്ലാം മെയിൻ്റനൻസ് ചാർജും സർവീസ് ചാർജും ഒക്കെയാണ് അവരെന്ന് പിടിക്കുന്നത്. അത് തന്നെയാണ് നമ്മളുടെ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുമ്പോൾ ഗ്യാസ് ഫീ ആയിട്ട് മാറുന്നത്. ട്രാൻസാക്ഷൻ ഫീ തന്നെയാണ്. നെറ്റ്വർക്ക് ഫീസ്, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫീസ്, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിനിൽ വെരിഫൈ ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ട ഫീസ്, ഇതൊക്കെയാണ് ഗ്യാസ് ഫീ. അപ്പോൾ നമ്മൾ ഏതൊരു ക്രിപ്റ്റോ കറൻസി ട്രാൻസ്ഫർ നടത്തുമ്പോഴും നമുക്ക് ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ കേസിലേക്ക് ഡയറക്റ്റ്ലി വരാം. ഇവിടെ നമ്മൾ എയർ ഡ്രോപ്പ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ടോൺ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ കണക്ട് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കണക്ട് ചെയ്യുക. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിൽ കിടക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കണക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ടെലഗ്രാം വാലറ്റോ ടോൺ കീപ്പറോ ഏതെങ്കിലും ഒരു ടോൺ വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് നമ്മൾ ടോൺ വാലറ്റ് തന്നെ കണക്ട് ചെയ്യണം എന്ന് പറയുന്നത്? ടോൺ വാലറ്റ് എന്ന് പറഞ്ഞാൽ ടോൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു വാലറ്റും നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ടോൺ ബ്ലോക്ക് ചെയിൻ്റെ ഒരു കോയിൻ മാത്രമാണ് ടോൺ. മനസ്സിലായല്ലോ? ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളുടെ ടോൺ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ എൻ്റെ ടോൺ കീപ്പറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് വാലറ്റ് കണക്ട് ചെയ്താലും നിങ്ങൾ ഗ്യാസ് ഫീ പേ ചെയ്യണോ എന്നുള്ളതാണ് ആദ്യത്തെ സംശയം. അതിനുള്ള ഉത്തരം ഡയറക്റ്റ്ലി പറയാം. നിങ്ങൾ ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ വാലറ്റ് കണക്ട് ചെയ്ത് എന്തിനാണ്? ഹാംസ്റ്റർ കോമ്പാറ്റിന് നമ്മളുടെ വാലറ്റിലേക്ക് നമ്മൾക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പിൻ്റെ എത്ര കോയിൻസ് ആണോ അത്രയും കോയിൻസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാലറ്റ് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്കിനി വരാൻ പോകുന്ന 2 സിനാറിയോസ്, 2 കേസസ് ഇങ്ങനെയാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മളുടെ വാലറ്റിലേക്ക് നമ്മൾ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആണെങ്കിൽ നമ്മൾക്ക് എയർ ഡ്രോപ്പ് അവർ ഡെപ്പോസിറ്റ് ചെയ്യും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഒരു ക്ലെയിം ബട്ടൺ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ക്ലെയിം ബട്ടൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലെയിം അടിക്കുമ്പോൾ നമ്മളുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗ്യാസ് ഫീ കൊടുക്കണോ എന്നുള്ളതാണ് ആദ്യത്തെ സംശയം. അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഗൂഗിൾ പേയിലൂടെ എനിക്കൊരു 1000 രൂപ അയക്കുകയാണെങ്കിൽ ഗൂഗിൾ പേൻ്റെ സർവീസ് ചാർജ്, ബാങ്കിൻ്റെ സർവീസ് ചാർജ് എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്നാണ് കട്ടാവുക. അല്ലാതെ എനിക്ക് കിട്ടുന്ന 1000 നിന്ന് 1 രൂപ പോലും കുറയില്ല. ഇത്ര രൂപ എനിക്ക് റിസീവ് ആവാനുണ്ട്, ഇത്ര ട്രാൻസാക്ഷൻ ഫീ ഞാൻ പേ ചെയ്താലേ എൻ്റെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവൂ എന്നൊരു നിയമം എവിടെയും ഇല്ല. അപ്പോൾ ആരാണോ നമ്മളുടെ വാലറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നത് അവരാണ് ഗ്യാസ് ഫീ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആ കേസിൽ ആരാണ് ഗ്യാസ് ഫീ പേ ചെയ്യേണ്ടത്? ഹാംസ്റ്റർ കോമ്പാറ്റുകാരാണ് ഗ്യാസ് ഫീ പേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഗ്യാസ് ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ റിസീവറാണ്. ഓക്കെ, പിന്നീടുള്ള സംശയം വാലറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് കൊടുക്കുമ്പോൾ ഗ്യാസ് ഫീ പേ ചെയ്യണോ എന്നുള്ളതാണ്. അത് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇത് ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. ഇതിന് മുമ്പ് വന്നത് നോട്ട് കോയിൻ ആണ്. എല്ലാവർക്കും അറിയാവുന്ന കോയിനാണ് നോട്ട് കോയിൻ. അതിൽ കുറഞ്ഞ ആൾക്കാർ മാത്രമേ നോട്ട് കോയിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടിയവരുള്ളൂ. ഓക്കെ, അപ്പോൾ നോട്ട് കോയിൻ നമ്മൾ ഇതുപോലെ ക്ലെയിം ചെയ്തപ്പോൾ നോട്ട് കോയിൻ്റെ പാതയാണ് ഇപ്പോൾ എല്ലാവരും പിന്തുടരുന്നത്. അത് നിങ്ങൾക്കറിയാലോ. നോട്ട് കോയിൻ്റെ പുറകെ വന്നവരാണ് ടാപ്സാപ്പ്, ഹാംസ്റ്റർ കോമ്പാറ്റ് എല്ലാം. ഇപ്പോൾ ഏതൊക്കെ പ്രൊജക്ട്സ് ഉണ്ടോ അതെല്ലാം ടെലഗ്രാമിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രൊജക്ട്സും നോട്ട് കോയിൻ്റെ പിന്നാലെ വന്നവരാണ്, അവരുടെ പാത്ത് ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, നോട്ട് കോയിൻ വിഡ്രോവൽ അടിക്കുന്ന സമയത്ത് ഗ്യാസ് ഫീ വന്നിട്ടുണ്ട്. പക്ഷേ അത് ടോണാണോ? അല്ല. അവിടെ നമ്മൾ ഗ്യാസ് ഫീ ആയിട്ട് കൊടുത്തത് എന്താണ്? നോട്ട് കോയിൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു നോട്ട് കോയിൻ ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ 100 നോട്ട് കോയിൻ ആണ് ഒരു ട്രാൻസാക്ഷൻ്റെ ഫീ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ടെലഗ്രാം വാലറ്റ്. ടെലഗ്രാം വാലറ്റിൽ നിന്ന് ഞാൻ കുറച്ച് നോട്ടിൻ്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പോയിട്ട് ഞാനിവിടെ ട്രാൻസാക്ഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട്, വിഡ്രോവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ വിഡ്രോ അടിച്ചിരിക്കുന്ന 1882 നോട്ട് കോയിൻ ആണ്. നിങ്ങൾക്കറിയാം ഹാംസ്റ്റർ കോമ്പാറ്റ് ലിസ്റ്റ് ആവാൻ പോകുന്നത് ടോൺ ബ്ലോക്ക് ചെയിനിലാണ്. നോട്ട് കോയിൻ ഓൾറെഡി ലിസ്റ്റ് ആയിരിക്കുന്നത് ടോൺ ബ്ലോക്ക് ചെയിനിലാണ്. രണ്ടും സെയിം ബ്ലോക്ക് ചെയിനാണ്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ബൈബിറ്റിലേക്ക് ഒരു 1888 സെൻഡ് ചെയ്തിട്ടുണ്ട് നോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വിഡ്രോവൽ ഫീ ആയിട്ട് 100 പോയത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 1782 അവിടെ ക്രെഡിറ്റ് ആവാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ ബൈബിറ്റിലേക്ക് റിസീവ് ആയിരിക്കുന്ന 1782 നോട്ട് മാത്രമാണ്. 100 അവിടെ കട്ടായി കഴിഞ്ഞു. ഓക്കെ, ഞാൻ ബൈബിറ്റിലേക്ക് ടെലഗ്രാമിൽ സെൻഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വിഡ്രോവൽ ഫീ ആയിട്ട് 100 നോട്ട് പോയിട്ടുണ്ട്. ഇതാണ് ഗ്യാസ് ഫീ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഫീ പേ ചെയ്തത് എന്തുകൊണ്ടാണ്? നോട്ട് കോയിൻ കൊണ്ടാണ്. ഞാൻ സെൻഡ് ചെയ്യുന്നത് എന്താണ്? നോട്ട് കോയിൻ തന്നെയാണ്. അപ്പോൾ നോട്ട് കോയിൻ്റെ സെയിം സിസ്റ്റമാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഗ്യാസ് ഫീ പേ ചെയ്യേണ്ടി വരും. പക്ഷേ അത് ഹാംസ്റ്റർ കോമ്പാറ്റ് ആയിട്ട് തന്നെ HMSTR എന്ന് പറയുന്ന കോയിൻ തന്നെ ആയിട്ടാണ് നിങ്ങൾ ഗ്യാസ് ഫീ പേ ചെയ്യേണ്ടി വരും. നിങ്ങൾ എക്സ്ട്രാ ടോൺ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു നോട്ട് കോയിൻ്റെ ഒരു സിസ്റ്റമാണ് ഇവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ
അതുപോലെ തന്നെ ടോൺ ബ്ലോക്ക് ചെയിനിലാണ് രണ്ടും ഉള്ളത്. അപ്പോൾ സെയിം സിസ്റ്റം ആവാനുള്ള സാധ്യതയാണ് ഒരു 99%. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗ്യാസ് ഫീ പേ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന HMSTR എന്ന് പറയുന്ന ഹാംസ്റ്റർ കോയിൻ്റെ ടോക്കൺ ആയിട്ട് തന്നെയാണ് പേ ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇനിയുള്ള ഡൗട്ടാണ് എക്സ്ചേഞ്ചിലേക്ക് എങ്ങനെ സെൻഡ് ചെയ്യും, അവിടെ നിങ്ങൾക്ക് ഗ്യാസ് ഫീ വേണോ എന്നുള്ള കാര്യം. നിങ്ങൾ വീഡിയോസ് കാണുന്ന എല്ലാ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും പറയുന്നത് നിങ്ങളുടെ വാലറ്റ് ഏതാണോ അതിലേക്ക് ടോൺ കോയിൻ ആഡ് ആക്കി വെക്കുക, എങ്കിലേ നിങ്ങൾക്ക് വിഡ്രോവൽ അടിക്കാൻ പറ്റൂ എന്നിട്ട് പറയും. ഇന്ന രീതിയിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ടോൺ എന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വരും. എന്തിനാണ് അവരുടെ ലിങ്കിൻ്റെ ആവശ്യം? റെഫറൽ ലിങ്കാണ്. നിങ്ങൾക്ക് റെഫറൽ ലിങ്ക് തന്ന് നിങ്ങൾ അതിലൂടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, ടോൺ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന് തക്കതായ കമ്മീഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അധികം ചെയ്യുന്നത് വെറുതെ ക്യാഷിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചിലപ്പോൾ ടോൺ പർച്ചേസ് ചെയ്യാനുള്ള പൈസ ഉണ്ടാവില്ല. അതും എത്ര ടോൺ ആണെന്ന് ആർക്കും അറിയില്ല. ഇനിയിപ്പോൾ ഗ്യാസ് ഫീ വേണമെന്ന് വിചാരിക്കുക, ടോൺ കോയിനായിട്ട് നമ്മൾ പേ ചെയ്യണം. അത് എത്ര ടോൺ കോയിൻ വേണം, എത്രയാണ് ഫീ എന്നൊന്നും ആർക്കും അറിയില്ല. വെറുതെ അങ്ങ് തട്ടി വിടുകയാണ്. ടോൺ കോയിൻ എടുത്തു വെച്ചോളൂ, ഇത്ര വേണം അത്ര വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് റിലീസ് ആവും എന്നറിയാത്തൊരു കോയിന് വേണ്ടി ഗ്യാസ് ഫീ കൊടുക്കാൻ നമ്മൾ ഇപ്പോഴേ ടോൺ കോയിൻ എടുത്തു വെക്കണം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മളുടെ ലോജിക്കിന് നിരക്കാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം. അപ്പം എൻ്റെ റെക്കമെൻഡേഷൻ ഇതാണ്, ഇപ്പോൾ നിങ്ങൾ ഒരു കോയിനും നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വാലറ്റിലേക്ക് വെക്കണ്ട. ഇനി HMSTR എന്ന് പറയുന്ന ഹാംസ്റ്ററിൻ്റെ ടോക്കൺ അല്ലാതെ ടോൺ വെച്ച് തന്നെ നമ്മൾ ഗ്യാസ് ഫീ പേ ചെയ്യണം എന്നൊരു റൂൾ വരികയാണെങ്കിൽ അപ്പോൾ നമ്മളുടെ വാലറ്റിലേക്ക് നമ്മൾ ടോൺ ചെയ്താൽ മതി. കാരണം അധികം ആൾക്കാരെയും ഈ ഒരു $5-6 ഒന്നും എടുക്കാനില്ല. ഹാംസ്റ്റർ കോമ്പാറ്റ് വരുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. വന്നാൽ തന്നെ നമുക്ക് അത് എയർഡ്രോപ്പായിട്ട് കിട്ടണമെന്ന് ഒരു ഉറപ്പില്ല. ചിലപ്പോൾ നമുക്ക് ആർക്കും കിട്ടിയില്ല എന്ന് വരാം. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ പ്രൊജക്ട്സ്, നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കാതെ എല്ലാ പ്രൊജക്ട്സിലും നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നത്. ഏതൊക്കെയാണ് ഏറ്റവും നല്ല പ്രൊജക്ട്സ് എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ മാത്രം കയറി നോക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഇതിന് എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യണം ഗ്യാസ് ഫീ കൊടുക്കണോ? രണ്ട് കേസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളത്. ഒന്ന് ഹാംസ്റ്റർ കോമ്പാറ്റ് വെച്ചിട്ട് തന്നെ ഗ്യാസ് ഫീ പേ ചെയ്യുക, ട്രാൻസാക്ഷൻ ഫീ ഒക്കെ പേ ചെയ്യുക, അല്ലെങ്കിൽ ടോൺ വെച്ച് പേ ചെയ്യുക. നിങ്ങളുടെ വാലറ്റ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ എൻ്റെ ടോൺ കീപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടോൺ വാലറ്റാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതെടുക്കുക. അവിടെ നിങ്ങൾക്ക് സ്വാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, സ്വാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോയിൻ മറ്റൊരു കോയിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ടോൺ ഉണ്ടെങ്കിൽ അത് USDT ആക്കാനും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഹാംസ്റ്റർ ടോക്കൺ ഉണ്ടെങ്കിൽ ഹാംസ്റ്റർ ടോക്കൺ നമുക്ക് USDT ആക്കി വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഹാംസ്റ്റർ ടോക്കൺ എപ്പോൾ വേണമെങ്കിലും പൈസ കൂടുകയും കുറയുകയും ചെയ്യാം. ഓക്കെ, നല്ല വോളറ്റൈലായിരിക്കും. അപ്പോൾ വോളറ്റൈൽ അല്ലാത്ത സ്റ്റേബിൾ ടോക്കണിലേക്ക് നമ്മൾ സ്വാപ്പ് ചെയ്യും. ആ സ്വാപ്പ് ചെയ്യുന്ന ടോക്കണാണ് USDTയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്നും എല്ലാ വർഷവും എല്ലാ കാലത്തും $1 തന്നെ ആയിരിക്കും. ഒരു USDT മേടിക്കാൻ $1. അത് ഇന്നലെ വാങ്ങിയാലും $1 തന്നെയാണ്, ഒരു 5 വർഷം കഴിഞ്ഞ് വാങ്ങിയാലും $1 തന്നെയാണ്. അപ്പോഴത്തെ ഡോളറിൻ്റെ പ്രൈസ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് വിഡ്രോവൽ അടിക്കുമ്പോൾ ക്യാഷ് കിട്ടും. ഇന്ത്യൻ മണിയും ഡോളറും തമ്മിലുള്ള വ്യത്യാസത്തിനനുസരിച്ച്. ഓക്കെ, ഇപ്പോൾ നിലവിൽ $80 ഒരു ഡോളറിന് എന്ന് എടുക്കുക. അപ്പോൾ ഈ ഒരു USDT ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ മണി സേഫാണ്. ഒരിക്കലും നമ്മൾ താഴേക്ക് പോകുന്നത് പേടിക്കേണ്ട. അപ്പോൾ അതെങ്ങനെ ആക്കാം? ഹാംസ്റ്റർ ടോക്കൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിൽ വന്ന് അവിടെ ഹാംസ്റ്റർ ടോക്കൺ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ വരാത്തതുകൊണ്ട് തന്നെ ഞാൻ എക്സാമ്പിളിന് ടോൺ ആക്കിയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ഈ ടോണാണ് ഹാംസ്റ്റർ ടോക്കൺ എന്ന് ഒന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. നമുക്കിപ്പോൾ കാണിക്കാൻ ഹാംസ്റ്റർ എന്തായാലും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാപ്പ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. സ്വാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഈ ഒരു ടോൺ എന്ന് പറയുന്ന ഹാംസ്റ്ററിൻ്റെ ടോക്കൺ ആണ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളിന് വിചാരിക്കാം. നമുക്ക് കാണിക്കാൻ ഇപ്പോൾ ടോണേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഹാംസ്റ്റർ റിലീസ് ആയിട്ടില്ലല്ലോ. റിലീസ് ആകുമ്പോൾ നിങ്ങളിവിടെ ടോൺ മാറ്റിയിട്ട് ഹാംസ്റ്റർ സെലക്ട് ആക്കുക. അതിനുശേഷം എൻ്റെ കയ്യിൽ ഇപ്പോൾ 1000 ഹാംസ്റ്റർ ടോക്കൺ ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, 1000 ഹാംസ്റ്റർ ടോക്കൺ ആണ് ഉള്ളത്. അപ്പോൾ എനിക്ക് റിസീവ് ചെയ്യേണ്ട USDT ആണ്. USDT ആകുമ്പോൾ എന്താ, നമ്മളുടെ ക്യാഷ് ഒരിക്കലും കുറഞ്ഞു പോകുക കൂടി പോകുന്നൊന്നും പേടിക്കേണ്ട. ഇപ്പോൾ ഞാൻ 1000 ടോൺ എന്ന് വിചാരിച്ചാൽ ടോണിൻ്റെ സെയിം പ്രൈസിനാണ് ഹാംസ്റ്റർ വരുന്നത് ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ 1000 ഹാംസ്റ്റർ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 7272 USDT കിട്ടും. ഒരു ടോണിൻ്റെ വില $7. ഇവിടെ നമ്മൾ ടോണിന് പകരം ഹാംസ്റ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും $7271 നിങ്ങളുടെ നിങ്ങളുടെ വാലറ്റിൽ സേഫായി. പിന്നെ നിങ്ങൾ എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്തിട്ട് സെല്ല് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ. അപ്പോൾ ഹാംസ്റ്റർ ഡംപ് ആവുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ സ്വാപ്പ് ചെയ്യാൻ ബാലൻസ് ഇല്ല. നിങ്ങളിവിടെ സ്വാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാപ്പ് ആവും. ഇവിടെയും ട്രാൻസാക്ഷൻ ഫീയും കാര്യങ്ങളൊക്കെ പോകും. ഇവിടെയും നിങ്ങൾ ഗ്യാസ് ഫീയും നെറ്റ് ഫീയും കാര്യങ്ങളൊക്കെ പേ ചെയ്യണം. പക്ഷേ നിങ്ങൾ ഹാംസ്റ്റർ ടോക്കണാണ് സ്വാപ്പ് ചെയ്യുന്നതെങ്കിൽ സ്വാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്യാസ് ഫീയും കാര്യങ്ങളൊക്കെ ഈ സ്വാപ്പ് ചെയ്യുന്ന കോയിനിൽ നിന്ന് കട്ടായതിനു ശേഷം നിങ്ങൾക്ക് USDT കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ, ഇവിടെ ക്ലെയിം ബട്ടൺ വന്നിട്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ ടോൺ കോയിൻ പേ ചെയ്യണം എന്ന് ഹാംസ്റ്റർ കോമ്പാറ്റ് അനൗൺസ് ചെയ്താൽ മാത്രം നിങ്ങളുടെ വാലറ്റിലേക്ക് ടോൺ കോയിൻ ഇൻപുട്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ വെക്കണമെന്നില്ല, ചിലപ്പോൾ അടുത്ത വർഷത്തേക്ക് ഹാംസ്റ്റർ കോമ്പാറ്റ് ലിസ്റ്റ് ആവുക. അപ്പോൾ അതിന് നമ്മൾ ഈ വർഷം ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യും. അല്ലാതെ എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ വിളിച്ചു പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയുടെ നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തും. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റ് സമയത്ത് അറിയാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ.